عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله كلهم أجمعين أما بعد. നിരായ ഉസ്താദ്മാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന സുഹൃത്തുക്കളെ, മദഹിനാൽ വസന്തം തീർക്കുന്ന അൽക്കലമിന്റെ പ്രഥമ വേദിയിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിന് സർവശക്തനെ ആമുഖമായി സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. ലോകം അധർമ്മത്തിന്റെ ആയത്തിൽ അമർന്നുകൊണ്ടിരിക്കുന്ന അഭിനവ സാഹചര്യത്തിൽ ന്യൂ ജനറേഷൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ആവശ്യപ്പെടുന്നു എന്ന തിരിച്ചറിവിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളെല്ലാവരും ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥികൾ തെരുവിന്റെ മക്കളായിക്കൊണ്ടിരിക്കുകയാണ്. യുവാക്കൾ കള്ളും കഞ്ചാവുമായി ശരീരത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വൃദ്ധന്മാർ വൃദ്ധസദനങ്ങളിലും പീഡികാ വരാന്തകളിലും വേദനിച്ചുകൊണ്ടിരിക്കുകയാണ്. രാവില്ല പകരില്ല മാതാപിതാക്കൾ മക്കളെല്ലാം അയച്ചുവിടുകയാണ്. കാലം ദുരിതാവസ്ഥയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നന്മയുടെ ഒരു തുള്ളി തെളിനീരിന് വേണ്ടി ദാഹിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകം. അവസരത്തിൽ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് നടക്കുകയല്ലാതെ വേറെന്ത് മാർഗമാണുള്ളത്? മുഅ്മിനീങ്ങളെ, ഇരുണ്ട യുഗമെന്ന് സവിശേഷിപ്പിക്കാറുള്ള 6-ാം നൂറ്റാണ്ടിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാറ്റിയെടുത്തത്. സത്യത്തിന്റെയും സമാധാനത്തിന്റെയും നാളുകളാക്കി തീർത്തത്. ആ കാലത്തിന്റെ പകർപ്പ് തന്നെ ആയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. കാരണം തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാ കാര്യത്തിനും മാതൃകാ പുരുഷനായിരുന്നു. സ്വഭാവമാണ് ജീവിതത്തിന്റെ പ്രധാന മഹിമ എന്ന് പഠിപ്പിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരസ്പരം കൊള്ളയും കൊലയും നടത്തുന്ന സമൂഹത്തോട് കറുത്തവനോടും വെളുത്തവനോടും താഴ്ന്നവരോടും ഹൈന്ദവ മതസ്ഥരോടും കാരുണ്യത്തോടെ പെരുമാറണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാതീയ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ട്. അൽ മുസ്ലിം അഹുൽ മുസ്ലിം എന്നതിലൂടെ